നമ്മൾ ഇതിന് മുമ്പൊരു ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ബേസ് മെത്തേഡ്, മൾട്ടിപ്ലിക്കേഷൻ വിത്ത് ബേസ് മെത്തേഡ്. ബേസ് മെത്തേഡ് എന്ന് ഉദ്ദേശിച്ചത് എന്താണ്? നമ്മുടെ 10, 100, 1000 അങ്ങനെ 00 വരുന്ന നമ്പർ, അതിൻ്റെ ഒരു വേറെ ടൈപ്പ് മെത്തേഡാണ്. അതുകൊണ്ടാണ് പാർട്ട് 2 എന്ന് എഴുതിക്കുന്നത്, ബേസ് മെത്തേഡ് പാർട്ട് 2. ഇതിന് മുമ്പ് പഠിച്ചത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവോ? ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചിരുന്നത്. ഓക്കെ, 107 മൾട്ടിപ്ലൈ ബൈ 109. അപ്പോൾ ഈ നമ്പർ ഏത് നമ്പറിൻ്റെ, ഏത് 100ൻ്റെ ആണോ 1000ൻ്റെ ആണോ അടുത്ത് വരുന്ന നോക്കിയിട്ട് അതിൽ നിന്ന് മൈനസ് ചെയ്തിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന രീതി, ഇത് നമ്മൾ ആദ്യം പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊരു മെത്തേഡാണ്. ഇനി വേറൊരു മെത്തേഡാണ് ഇന്ന് ഞാൻ അതിൻ്റെ തന്നെ കാണിച്ചു തരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു നമ്പറാണ് 996 മൾട്ടിപ്ലൈ ബൈ 995. ഓക്കെ, അപ്പോൾ ഇതിൽ 3 ഡിജിറ്റ് ഉണ്ട്, 3 ഡിജിറ്റ് ഉണ്ട്. അപ്പോൾ ഈ 996 ഇതിൽ ഏതിൻ്റെ അടുത്താണ് വരുന്നത്? 10ൻ്റെ അടുത്താണോ, 100ൻ്റെ അടുത്താണോ, 1000ൻ്റെ അടുത്താണോ? 996 ഇസ് നിയർ ടു 1000. അപ്പോൾ നമ്മൾ ഇവിടെ മൈനസ് 1000, അതുപോലെ തന്നെ ഈ 995 മൈനസ് 1000. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടുക? 996 മൈനസ് 1000 നമുക്ക് എത്ര ആൻസർ കിട്ടുക? 4. പക്ഷേ ഇവിടെ വലിയ നമ്പർ 1000 ആണ്, അപ്പോൾ അതിൻ്റെ സൈൻ എന്താണ്? മൈനസ് ആണ്. അപ്പോൾ നമ്മൾ 4നും സൈൻ മൈനസ് ഇടും. അതേപോലെ 995 മൈനസ് 1000 ആണ്, അപ്പോൾ ഇവിടെ 1000 മൈനസ് 995 നമുക്ക് 5 ആൻസർ കിട്ടും. പക്ഷേ ഇത് രണ്ടിലും വലിയ നമ്പർ 1000 ആണ്, അപ്പോൾ അതിൻ്റെ മൈനസ് സൈൻ ഉള്ളതുകൊണ്ട് നമ്മൾ മൈനസ് സൈൻ ഇട്ടു. ഓക്കെ, സോ -4 -5 ഇവിടെ കിട്ടി. ഇതുവരെ മനസ്സിലായല്ലോ? ഇനി അടുത്തത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ രണ്ട് നമ്പറിന് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. ദാറ്റ് ഈസ് -4 ഇൻറ്റു -5, ദാറ്റ് ഈസ് ഈക്വൽ ടു, നമ്മൾ സൈൻ പഠിച്ച് ഓർമ്മയുണ്ടല്ലോ, മൈനസ് ഇൻറ്റു മൈനസ് വിൽ ബിക്കം പ്ലസ് ആൻഡ് 4 ഇൻറ്റു 5 ബിക്കം 20. അപ്പോൾ നമ്മുടെ ആൻസർ ഇപ്പോൾ കിട്ടിയത് എന്താണ്? 20. ഇനി ഇവിടെ നമ്മൾ 1000 എന്ന് പറയുമ്പോൾ 3 0 ഇട്ടു അല്ലേ? അപ്പോൾ അതേപോലെ തന്നെ ഈ 20 എഴുതുമ്പോഴും നമ്മൾ ഇവിടെ 3 ഡിജിറ്റായിട്ട് എഴുതണം. അപ്പോൾ 3 ഡിജിറ്റായിട്ട് എങ്ങനെ എഴുതാം? 20 നമ്മൾ എഴുതി 0 and 2. മൂന്നാമത്തേനും ഇവിടെ ഡിജിറ്റ് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഒരു 0 ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് അറിയോ? ഈ രണ്ട് നമ്പർ ഉണ്ടല്ലോ, ദാറ്റ് ഈസ് 996നെ ക്രോസ്, 996നെ ക്രോസ് ആയിട്ട് -5, ആൻസർ ഈസ് 991. 996 നിന്ന് 5 പോയാൽ 991. അതേപോലെ തന്നെ ഈ 995 -4 ഇതിനെ ഇങ്ങനെ ക്രോസ് ചെയ്യാം, 995 -4, അപ്പോഴും ആൻസർ കിട്ടും നമുക്ക് 991 തന്നെയാണ്. സെയിം നമ്പർ ആൻസർ ഇങ്ങനെ രണ്ടിനും കിട്ടും. ആ ആൻസർ ഇവിടെ എഴുതുക 991. സോ ദിസ് ഈസ് യുവർ ആൻസർ. ഇത് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് ഇത്. പിന്നെ 996 മൾട്ടിപ്ലൈ ബൈ 995, യുവർ ആൻസർ ഈസ് 991020. ഓക്കെ, ഇനി വേറൊരു ചെറിയ എക്സാമ്പിൾ എടുക്കാം, ഇത്രയും കൂടി എളുപ്പത്തിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഓക്കെ, ചെറിയ നമ്പർ എടുത്തിട്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ 14 മൾട്ടിപ്ലൈ ബൈ 9. ഓക്കെ, ഇനിയിപ്പോൾ ഈ 14 എന്ന് പറയുന്നത് ഏത് നമ്പർ ഡിജിറ്റിൻ്റെ അടുത്താണ് വരിക? 10ൻ്റെ അടുത്താണ് വരിക അല്ലേ? 100ൻ്റെ അടുത്ത് എന്തായാലും ആവില്ലല്ലോ. അപ്പോൾ 14 മൈനസ് 10. ഈ 9ഉം ഈ പറഞ്ഞ പോലെ 10ന് അടുത്താണ്, അപ്പോൾ -10. അപ്പോൾ 14 മൈനസ് 10 എത്ര കിട്ടും നമുക്ക്? 4. 9 മൈനസ് 10, അപ്പോൾ ആൻസർ എത്ര കിട്ടും നമുക്ക്? -1. ഓക്കെ, ഇനി എന്താണ് ഫസ്റ്റ് സ്റ്റെപ്പ്? നമ്മുടെ മൈനസ് കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റെപ്പാണ് 4ഉം ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുക. സോ ഇത് എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക? +4 ആണ്. 4ന് ഇവിടെ ഒന്നും എഴുതിയിട്ടില്ല, എൻ്റെ അർത്ഥം എന്താണിത്? +4 ആണ് അല്ലേ? അപ്പോൾ +4 മൾട്ടിപ്ലൈ ബൈ -1. അപ്പോൾ 4 ones are 4 ആൻസർ, ബട്ട് പ്ലസ് ഇൻറ്റു മൈനസ് ഈസ് മൈനസ്, സോ ആൻസർ ഈസ് -4. ഓക്കെ, ഇവിടെ മേലെ കിട്ടിയത് നമുക്ക് +20 ആണ് കിട്ടിയത് അല്ലേ? 20 പ്ലസ് സൈനാണ്. ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്നത് എന്താണ്? -4 ആണ്. അപ്പോൾ ഇവിടെ എന്തോ ഒരു ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. പക്ഷേ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്താണ്? നമ്മുടെ ഈ 14 മൈനസ് 1, 14 മൈനസ് 1 എത്രയാണ്? 14 മൈനസ് 1 ഈസ് 13. അതുപോലെ 9 ഇത് +4 ആണ്, അപ്പോൾ 9 + 4 ആൻസർ എത്രയാണ്? 13. ഉണ്ട്, രണ്ട് നമ്പറും സെയിം വന്നു, ഇവിടെ രണ്ട് നമ്പർ സെയിം വന്നു. പക്ഷേ ഇവിടുത്തെ നമ്പർ എന്താണ്? മൈനസ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആൻസർ ഇങ്ങനെ 13 - 4 എന്നിങ്ങനെ എഴുതാൻ പറ്റുമോ? ഇങ്ങനെ എഴുതാൻ പറ്റില്ല.
അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ -4 ചെയ്യുമ്പോൾ ഈ 13 എഴുതിയിട്ട് ഇവിടെ ഒരു 0 ഇടുക, എന്നിട്ട് ഈ -4 നമ്മൾ താഴത്ത് ഇടണം. ഓക്കെ, എന്നിട്ട് ഇതിനെ വീണ്ടും ഒന്ന് മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടും? 6 2 1 126. മനസ്സിലായോ? നമുക്കിനി വേറൊരു എക്സാമ്പിൾ കൂടി എടുത്ത് നോക്കാം. ഫോർ എക്സാമ്പിൾ 13 × 8. ഓക്കെ, അപ്പോൾ 13 നമ്മുടെ ബേസ് മെത്തേഡ് പ്രകാരം 10 100 1000 10,000 അല്ലേ, ബേസ് മെത്തേഡ്. അപ്പോൾ 13 × 8. ഈ 13 ഇതിൽ ഏത് നമ്പറിൻ്റെ അടുത്താണ്? 13 is near to 10. അപ്പോൾ 13 - 10 ഈക്വൽ ടു 13 നിന്ന് 10 പോലെ ആൻസർ ഈസ് 3 + 3 അല്ലേ. ഇനി 8 - 10. 8 - 10 എന്ന് പറയുമ്പോൾ നമ്മുടെ ആൻസർ എത്ര വരിക? -2. ഓക്കെ, കാരണം 8 നമ്പർ ഈസ് സ്മോൾ, 10 നമ്പർ ഈസ് ബിഗ്. അപ്പോൾ ഞാൻ പറഞ്ഞു മൈനസ് ചെയ്യുക, ഏതാണോ വലിയ നമ്പർ അതിൻ്റെ സൈൻ കിട്ടും. ഇവിടെയും 13 - 10, ഇവിടെ 13 ആണ് വലിയ നമ്പർ. 13ൻ്റെ സൈൻ ഒന്നും സൈൻ ചെയ്യില്ല എന്നർത്ഥം, അതിൻ്റെ അവിടുത്തെ അത് പ്ലസ് ആണെന്നർത്ഥം അല്ലേ. അപ്പോൾ അവിടെ പ്ലസ് കിട്ടും. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഈ രണ്ട് നമ്പറിനും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. സോ +3 × -2 that is equal to 3 2s are 6, plus into minus is minus. അപ്പോൾ -6 കിട്ടി അല്ലേ. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? നമ്മുടെ 13 ഈ രണ്ട് നമ്പറിനെ മൈനസ് ചെയ്യണം. 13 - 2 that is 11. അപ്പോൾ തന്നെ 8 and 3, 8 + 3 ആണ്. അപ്പോൾ 8 + 3 എന്താണ്? 11. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഇവിടെ -6 ആണ്, ഇത് രണ്ടും 11 ആണ്. അപ്പോൾ നമുക്ക് 11 - 6 ആൻസർ എഴുതാൻ പറ്റുമോ? ഇങ്ങനെ എഴുതുന്നത് തെറ്റാണ്, അങ്ങനെയല്ല എഴുതുക. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? 11 ഒരു 0 ഇട്ട് കൊടുക്കുക. കാരണം ഇവിടെ ഒരു ഡിജിറ്റ് ഉള്ളതുകൊണ്ട് ഒരു 0 ആഡ് ചെയ്തു. 6നെ ഇവിടെ -6 ചെയ്യുക. അപ്പോൾ ഈ 110 - 6 യുവർ ആൻസർ ഈസ് 104. മനസ്സിലായോ? ഒരെണ്ണം കൂടി നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഒത്തിരി കൂടി നമുക്ക് ക്ലിയർ ആയിട്ട് ഒന്നും കൂടി മനസ്സിലാവും. ഓക്കെ, നെക്സ്റ്റ് നമ്പർ ഈസ് 110 × 95. ഓക്കെ, ഇനിയിപ്പോൾ ഈ രണ്ട് നമ്പർ, ഈ നമ്മൾ പറഞ്ഞ ബേസ് നമ്പറിൻ്റെ അടുത്ത് ഏതാണ്? 110 ഈസ് നിയർ ടു 100, 95 ഈസ് ഓൾസോ നിയർ ടു 100 അല്ലേ. രണ്ട് നമ്പറും 100-ന് അടുത്തുള്ള നമ്പറാണ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എന്ത് ചെയ്യാം? 100-നെ മൈനസ് ചെയ്യാം. -100, ഇതും -100. ഓക്കെ, അപ്പോൾ 110-ൽ നിന്ന് 100 പോയാൽ നമുക്ക് എത്ര ആൻസർ കിട്ടും? 10. ഇതിവിടെ പോസിറ്റീവാണ്, ഇത് നെഗറ്റീവാണ്. പക്ഷേ 110 ആണ് വലിയ നമ്പർ. അപ്പോൾ അതിൻ്റെ സൈൻ എന്താണ്? പ്ലസ് ആണ്. അപ്പോൾ നമ്മളിതും പ്ലസ് തന്നെ വരും. ഇനി 95 - 100 ആണ്. അപ്പോൾ 95 - 100 എന്ന് പറയുമ്പോൾ നമുക്ക് ആൻസർ മൈനസ് ചെയ്യുമ്പോൾ 5 ആൻസർ കിട്ടും. പക്ഷേ ഇതിൽ 100 ആണ് വലുത്, അതിൻ്റെ സൈൻ എന്താണ്? മൈനസ് ആണ്. അപ്പോൾ ഇവിടെ എന്ത് വരും? -5. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഈ രണ്ട് നമ്പറിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. സോ ഇറ്റ് ഈസ് +10 × -5. അപ്പോൾ 10 × 5 ഈസ് ആൻസർ 50. പക്ഷേ പ്ലസ് ഇൻറ്റു മൈനസ് ഈസ് മൈനസ്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? നമ്മുടെ ക്രോസ് അല്ലേ. ഈ കിട്ടിയ ആൻസറും ഇതായിട്ട് നമ്മൾ ക്രോസ് ചെയ്യുക. അപ്പോൾ 110 - 5 ഈക്വൽ ടു 110 - 5 ഈസ് ഹൗ മച്ച്? 105. ഇനി ഇത് രണ്ടിനും ക്രോസ് ചെയ്യുക. അതെന്താണ്? 95 + 10. അപ്പോഴും നമുക്ക് ആൻസർ എത്ര കിട്ടുക? 105. ഇനി നമ്മൾ മേലെ പറഞ്ഞ പോലെ മൈനസ് ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ രണ്ട് നമ്പർ ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ എന്താ എഴുതുക? 105 20 ഇട്ടിട്ട് -50 താഴെ ഇടണം. ഇതിൽ മേലത്തേൽ 6 ഒരു നമ്പർ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ. അപ്പോൾ നമ്മൾ ഒരു 0 ആഡ് ചെയ്തു. ഇവിടെ ഇപ്പോൾ -50 ആണ് വന്നിരിക്കുന്നത്. -50 എന്ന് പറയുമ്പോൾ രണ്ട് നമ്പറായി, രണ്ട് ഡിജിറ്റ് വന്നല്ലോ, 1 and 2. അപ്പോൾ അതുകൊണ്ട് ഈ 105ൻ്റെ കൂടെ നമ്മൾ 2 ഡിജിറ്റ് ആഡ് ചെയ്തു. എന്നിട്ട് 50നെ നമ്മൾ -50നെ താഴത്ത് എഴുതി. ഇനി ഇത് സബ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ എത്രയാണ്? 0 5
401. So this is your answer 10450. ഓക്കെ, ഇത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. ബേസ് മെത്തേഡ് ഇതിൻ്റെ രണ്ടാമത്തെ മെത്തേഡാണിത്. അപ്പോൾ ഇത് നന്നായി എല്ലാവരും പ്രാക്ടീസ് ചെയ്തിട്ട് അതിൻ്റെ വിവരം അറിയിക്കണം കേട്ടോ. താങ്ക് യു.